ഗ്രീഷ്മയുടെ വധശിക്ഷയും അതുപോലെ തന്നെ ഷാരോൺ രാജിൻ്റെ മരണവും ഉയർത്തുന്ന അലയൊലികൾ വളരെ വലുതാണ്. ആ കേസിൻ്റെ ആഴം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ നടന്ന വിഷം നൽകിയുള്ള കൊലപാതകങ്ങളുടെ ചുരുളഴിച്ചു നോക്കാം. ഗ്രീഷ്മ കാര്യം നിങ്ങൾക്കറിയാം. ഷാരോൺ വധം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന കേസാണ്. ഇന്നായിരുന്നു ആ കേസിൽ വിധി വന്നത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. 2022 ഒക്ടോബർ മാസം 14-ാം തീയതി ഗ്രീഷ്മ തൻ്റെ കാമുകനായ ഷാരോൺ രാജിനെ പ്രലോഭനത്തിൽ വീഴ്ത്തി വീട്ടിൽ വരുത്തിയെന്നും ഷാരോൺ രാജിന് കഷായത്തിൽ വിഷം കളനാശിനി കലർത്തി നൽകുകയും അത് കഴിച്ച ഷാരോൺ രാജ് അപ്പോൾ തന്നെ അവശനായി നീല നിറത്തിൽ ഛർദ്ദിച്ചു. പാറശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ നിന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി. അവിടെ നിന്ന് ഈ വായ്ക്കകത്തും ആന്തരിക അവയവങ്ങളിലുമൊക്കെ വ്രണങ്ങൾ ബാധിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിഞ്ഞ ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ 25-ന് ഷാരോൺ രാജ് മരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പാറശാല പോലീസ് ഇത് യാതൊരു സംശയങ്ങളും ഇല്ലാത്ത കേസാണെന്ന് ഒക്ടോബർ 28-ാം തീയതി പറയുന്നു. ഒക്ടോബർ 29-ന് ക്രൈംബ്രാഞ്ചിന് കേസ് വിട്ടുകൊടുക്കുന്നു. ഷാരോൺ രാജിൻ്റെ അച്ഛൻ സ്ഥലത്തെ CITUവിൻ്റെ കൺവീനറൊക്കെയാണ്. അപ്പോൾ എല്ലാ സർക്കാരും ഈ പോലീസ് ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും ഒക്കെ തന്നെ ഷാരോൺ രാജിന് നീതി ലഭിക്കണം എന്ന മട്ടിൽ ഒരുപോലെ പ്രവർത്തിച്ചു. തെളിവുകളും സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ദൃക്സാക്ഷികൾ ആരുമില്ലാത്ത ഒരു കൊലക്കേസായിരുന്നു ഷാരോൺ രാജിൻ്റെ വധക്കേസ്. ഈ ഗ്രീഷ്മ എന്ന ബ്രില്യൻറ്റുമായ മർഡറാണ് ഈ ഗ്രീഷ്മ നടത്തിയതെന്നാണ് കോടതി ശിക്ഷ വിധിച്ചുകൊണ്ട് പറഞ്ഞത്. അത്രയധികം ആസൂത്രണം ചെയ്തിട്ടാണ് ഗ്രീഷ്മ ഈ ഷാരോൺ രാജിനെ വധിച്ചത് എന്ന് കോടതിക്ക് വ്യക്തമായി. ഇത് ഒരു സംഭവം. ഇനിയുമുണ്ട് കേസുകൾ, നിരവധി സംഭവങ്ങൾ. രണ്ടാമത്തെ സംഭവം 2016-ൽ നബീസ എന്നൊരു പാവം വൃദ്ധയായ ഉമ്മ, 71 വയസ്സുണ്ട്. ഇവരുടെ മകളുടെ മകൻ ബഷീറിൻ്റെ ഭാര്യയും ചേർന്ന് വിഷം കൊടുത്തു കൊന്നു. ഇവർ അല്പം ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു. ആദ്യം ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ചീരക്കറിയിൽ വിഷം കലർത്തിയാണ് ആദ്യം കൊലപ്പെടുത്താൻ നോക്കിയത്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ആഘാതമുണ്ടായില്ല, പ്രശ്നങ്ങളുണ്ടായില്ല, മരണം സംഭവിച്ചില്ല. അപ്പോൾ ബലം പ്രയോഗിച്ച് വിഷം വായിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മരണം ഉറപ്പുവരുത്തിയ ശേഷം മൃതദേഹം ഒരു ദിവസം ഇവർ സൂക്ഷിക്കുകയും പിറ്റേ ദിവസം റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. റോഡിൽ ഉപേക്ഷിച്ച നിലയിലാണ് 2016 ജൂൺ 24-ന് തോട്ടര ഭാഗത്ത് നിന്ന്, പാലക്കാട് ജില്ല അവിടെ വെച്ചിട്ട് ഈ ഒറ്റപ്പാലത്ത് നിന്ന് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് ആദ്യം പോലീസ് ഇത് ദുരൂഹ മരണം എന്നൊക്കെ കരുതി. നബീസയുടെ ശരീരത്തിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. ഇത് കണ്ടതാണ്, ആത്മഹത്യാക്കുറിപ്പാണ്, പ്രതികളുടെ അതിബുദ്ധിയാണ് അവിടെ പ്രതികളെ കുടുക്കിയത്. ഷാരോൺ രാജ് കേസിൽ പ്രതിയുടെ ആസൂത്രണവും ഗൂഗിൾ സെർച്ചുമൊക്കെ തെളിവായി വന്നപ്പോൾ, വീഡിയോയും ഒക്കെ തെളിവായി വന്നപ്പോൾ, ഇവിടെ നബീസയുടെ കാര്യത്തിൽ നബീസയുടെ മരണത്തിന് ഉത്തരവാദികൾ ബഷീറിൻ്റെ ഭാര്യയുമാണെന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞത് ആത്മഹത്യാക്കുറിപ്പാണ്. കാരണം നബീസയ്ക്ക് എഴുത്തും വായനയും അറിയില്ല. പിന്നെ എഴുത്തും വായനയും അറിയാത്ത ഈ പാവ ഉമ്മ എങ്ങനെയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത് എന്ന അന്വേഷണത്തിലാണ് ബഷീറിൻ്റെ ഭാര്യയും കുടുങ്ങിയത്. ആ കേസിലും വിധി വന്നു കഴിഞ്ഞു. ഇനി മറ്റൊരു കേസ്, കേരളത്തെ നടുക്കിയ കൂടത്തായ് കേസ്. ജോളി എന്ന സീരിയൽ കില്ലർ 14 വർഷം കൊണ്ട് 6 പേരെയാണ് ജോളി കൊലപ്പെടുത്തിയത്. ഭർത്തൃമാതാവ് അന്നമ്മ, ഭർത്തൃപിതാവ് ടോം തോമസ്, അതുപോലെ ആദ്യ ഭർത്താവ് റോയ് തോമസ്, പിന്നീട് അന്നമ്മയുടെ സഹോദരൻ, അതായത് ഭർത്തൃമാതാവിൻ്റെ സഹോദരൻ മാത്യു, രണ്ടാം ഭർത്താവിൻ്റെ മകൾ അൽഫൈന, അതുപോലെ രണ്ടാം ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ സിലി എന്നിങ്ങനെ 6 പേരെയാണ് 14 വർഷത്തെ ഇടവേളകളിൽ ജോളി കൊലപ്പെടുത്തിയത്. അത് ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തിയാണ് കൊലകൾ നടത്തിയത്. 2011-ലാണ് ഈ റോയ് തോമസ് മരിക്കുന്നത്. റോയ് തോമസ് മരിക്കുമ്പോൾ ആദ്യ 2 മരണത്തിലും സംശയമുണ്ടായിരുന്ന ബന്ധുക്കൾ പറഞ്ഞു റോയ് തോമസിൻ്റെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യണം, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. മാത്യു ആണ് ആവശ്യപ്പെടുന്നത്. അതായത് അന്നമ്മയുടെ സഹോദരനായ മാത്യു ആണ് റോയിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അത് വിഷാംശം സൈനൈഡ് ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ ജോളി പറഞ്ഞ കമൻ്റാണ് പിന്നീട് 2019-ൽ കേസ് കുത്തിപ്പൊക്കുമ്പോൾ നിർണായകമായത്. ജോളി വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു അയാൾ സാമ്പത്തിക ബാധ്യതയെ കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് എന്ന് ജോളി പറഞ്ഞു. സാമ്പത്തിക ബാധ്യത അത്രമാത്രം ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിവുണ്ടായിരുന്ന റോയിയുടെ സഹോദരൻ 2019-ൽ ഈ കേസ് വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ എൻക്വയറി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജോളി 2019 ഒക്ടോബർ 5-ന്
എന്താണ് പോലീസിൻ്റെ പിടിയിലാകുന്നത്. ഇപ്പോൾ ജോളി ജയിലിലാണ്. കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ ജോളി. കൂടത്തായി കേസ് കേരളത്തിൽ ആരും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആരും ഒരിക്കലും മറന്നു പോകാൻ സാധ്യതയില്ല കൂടത്തായി കേസ്. അതുപോലെ തന്നെ ഷാരോൺ വധക്കേസും ആരും മറക്കാനിടയില്ല. നബീസ ഉമാലിൻ്റെ കൊലപാതകമൊക്കെ ഒരുപക്ഷെങ്കിൽ മറന്നു പോകാം. മറ്റൊരു കേസ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ 12 വയസ്സുള്ള ഹസൻ റിഫായി എന്ന 12-കാരനെ കൊന്നത്. അത് പിതൃ സഹോദരിയായ, അതായത് ബാപ്പയുടെ സഹോദരിയായ താഹിറ കുട്ടിക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്താണ് കൊന്നത്. അത് കുടുംബ വഴക്കിനെ തുടർന്ന്. മറ്റൊന്ന് തൃശ്ശൂരിൽ മകൻ അച്ഛന് വിഷം കൊടുത്ത് കൊന്ന ഒരു സംഭവം കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ആയുർവേദ ഡോക്ടറായ മയൂരനാഥ് എന്ന ആളാണ് അച്ഛന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത്. അതും തെളിഞ്ഞു. മയൂരനാഥ് ഇപ്പോൾ ജയിലിലാണ്. മറ്റൊന്ന് പിണറായി കൂട്ടക്കൊല. അത് ഞെട്ടിക്കുന്ന സംഭവമാണ്. സൗമ്യ എന്നാണ് ആ പ്രതിയുടെ പേര്. സൗമ്യ 2012 മുതലാണ് കൊലപാതകം തുടങ്ങിയത്. ആദ്യം അച്ഛനും അമ്മയും, പിന്നെ 1.5 വയസ്സുള്ള കുട്ടിയെയും 8 വയസ്സുള്ള കുട്ടിയെയും, സ്വന്തം മക്കളെയും സൗമ്യ കൊലപ്പെടുത്തി. ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നൊന്നും ഇപ്പോൾ അന്ന് ചർച്ചയൊക്കെ ആയിരുന്നു. വളരെ വലിയ വിവാദമായ കേസായിരുന്നു. എന്താണ്, ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണ് ഈ കുട്ടികളെയും അച്ഛനെയും അമ്മയെയും സൗമ്യ കൊലപ്പെടുത്തിയത്. സൗമ്യ വിചാരണ തടവുകാരിയായിരിക്കെ സൗമ്യ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതൊക്കെയാണ് കേരളത്തെ നടുക്കം സൃഷ്ടിച്ച ചില വിഷം കൊടുത്ത് കൊന്ന സംഭവങ്ങൾ.